തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 13 വയസ്സുകാരിയെ കാണാനില്ല. അതിഥി തൊഴിലാളിയായ അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ തസ്മിത് തംസീനെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത്. കണിയാപുരം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തസ്മിൻ. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഇപ്പോൾ അവിടെ ആ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തുകയും അവിടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. രാവിലെ മുതൽ ഈ കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത വന്നു. എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഈ CCTV ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഫലം കാണുന്നില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, നിലവിൽ ഈ സംഭവത്തിൽ പോലീസിന് തന്നെ ഒരു അനിഷ്ടാവസ്ഥ നേരിടുന്നൊരു പ്രധാന പ്രശ്നമുണ്ട്. അതായത് ഈ പരിസരത്തുള്ള CCTVകളൊക്കെ രാവിലെ മുതൽ പരിശോധിച്ച് വരുന്നുണ്ട്. ഒപ്പം ഇവിടുന്ന് തൊട്ടടുത്താണ് കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തു പറയുകയാണെങ്കിൽ അതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ CCTV സൗകര്യമില്ല. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരിടുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ആസാം സ്വദേശികളായ രണ്ടുപേരുടെ മകൾ 13 വയസ്സുകാരിയായിരുന്നു. ഇത്തരത്തിൽ അമ്മ ഈ കുട്ടികളുമായി വഴക്കിട്ടതിന് രാവിലെ ശകാരിച്ചു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ കുട്ടി ഒരു ബാഗിൽ അവരുടെ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഇവിടം വിട്ടു പോകുന്നത്. അത് പിന്നാലെയാണ് ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി ഇവിടെ ഇല്ല എന്നറിയുന്നത്. രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഉള്ളത് ആ കുട്ടിയുടെ വീട്ടിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ പോലീസ് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. നിലവിലും ചില തെളിവെടുപ്പുകളൊക്കെ ഇതിന്റെ ഭാഗമായി പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ വീട്ടിലെത്തിയത്. ഇവരുടെ മാതാപിതാക്കളോടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായും നിലവിൽ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത് ഈ കുട്ടിക്ക് ഭാഷ വലിയൊരു പ്രശ്നമായി വരും. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുവാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഭാഷ വലിയൊരു പ്രശ്നമായി വരും. അതാണ് പോലീസും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. ഏത് തരത്തിൽ ഇവരോട് സംസാരിക്കണം, ഏത് തരത്തിലാണ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വ്യാപകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തിരച്ചിൽ നടത്തണമെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും പോലീസിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇവിടുന്ന് രാവിലെ മുതൽ തന്നെ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച കാര്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഈ കുട്ടിയുടേതായ ഏതെങ്കിലും ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ മേഖലയാകെ പല ഊടുവഴികളുമുണ്ട്. അതിലൂടെ എങ്ങാനും കുട്ടി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യവും നിലവിൽ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. ഇന്ന് ഉച്ച മുതൽ ഏതാണ്ട് 1 മണി മുതൽ പോലീസ് വ്യാപകമായ അന്വേഷണമാണ് നടത്തുന്നത്. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ അടക്കം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളടക്കം വ്യാപകമായി പരിശോധിച്ചു. അവിടെയുള്ള CCTV ഉൾപ്പെടെ എടുത്തു പരിശോധിച്ചു. പക്ഷെ അതിലൊന്നും കുട്ടിയെ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ പറയുന്നത് രാവിലെ ഈ സഹോദരിമാരുമായി വഴക്കിട്ടതിന് അമ്മ ശകാരിച്ചിരുന്നു. ഈ ശകാരത്തിൽ മനം നൊന്നതാണ് ഇത്തരത്തിലൊരു ഈ കുട്ടി 13 വയസ്സുകാരി ഈ ബാഗിൽ ചില വസ്ത്രങ്ങളൊക്കെയായി പുറത്തേക്ക് പോയത്. പിന്നീടാണത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത്, കുട്ടിയെ കാണാനില്ലെന്ന കാര്യം. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വ്യാപകമായ അന്വേഷണമാണ് നടക്കുന്നത്. DCP ഉൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നേരിട്ട് എത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. DCPയുടെ നേരിട്ടുള്ള ഒരു അന്വേഷണവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്തായാലും നിലവിലും പോലീസ് അന്വേഷണം വ്യാപകമായി നടത്തുകയാണ്. അത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഊടുവഴികളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഈ പരിസരത്ത് വീടുകളിലെ CCTV ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടാകുന്നത്. വിജയകുമാർ, കണിയാപുരം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായ തസ്മിൻ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തസ്മിനെ കാണാനില്ല. പോലീസ് അന്വേഷണം നടത്തുകയാണ്. സമീപ പ്രദേശങ്ങളിലെ CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അവിടെ കാര്യമായ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ ഉൾപ്പെടുത്താം. ആ കുട്ടിയുടെ ചിത്രം എന്തുകൊണ്ട് നൽകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചിത്രം ലഭ്യമായാൽ ഉടൻ ആ കാണാതായ കുട്ടിയുടെ ചിത്രം ഉടൻ നമുക്ക് ലഭ്യമായാൽ ഉടൻ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.